കറുപ്പും വെളുപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 4 മണ്ടന്മാരുടെ കഥയാണ്. നമ്മൾ റാങ്കിങ് അനുസരിച്ച് നോക്കുമ്പോൾ പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പറും സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള അപ്പം ഗോവിന്ദൻ, തൊട്ടു താഴെ വരുന്നത് ഡിഫിയുടെ അഖില ലോക നേതാവും ലുട്ടാപ്പി എന്നറിയപ്പെടുന്ന ഡബിളെ റഹീം, പിന്നെ വരുന്നത് ഒരു തിരുമണ്ടനായ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. ഈ 4 പേരും നടത്തിയ ഒരു കല്യാണത്തെ പറ്റിയിട്ടാണ് കേരളം ചർച്ച ചെയ്തത്. പ്രായപൂർത്തിയാവാത്ത ഒരു ആദിവാസി ബാലികയെ കേരളത്തിൽ വന്ന് മറ്റൊരു സമുദായക്കാരനായ മറ്റൊരു മതവിഭാഗത്തിൽ നിന്നുള്ള ആളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. ഒരു മധ്യവയസ്കനാണ്, 35 വയസ്സാകും പോകുന്നു. ഈ കല്യാണം പോക്സോ കേസിന്റെ പരിധിയിൽ വരുന്നതാണ്. അതിന്റെ മധ്യപ്രദേശിൽ നിന്നുള്ള ആ കുട്ടിയുടെ അച്ഛന്റെ പരാതിയിൽ മധ്യപ്രദേശ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ നടന്നു വരികയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഈ 3 മണ്ടന്മാര് കേരളത്തിലെ ക്ലാസിഫൈഡ് മണ്ടന്മാരാണ്. അവര് ഷെഡ്യൂൾഡാണ്. അതൊന്നും നോക്കാനൊന്നും പറഞ്ഞ കാര്യമൊന്നുമില്ല. അവര് മണ്ടന്മാരായിട്ട് എല്ലാവരും അംഗീകരിച്ച 4 പേരാണ്. ഇവർക്കൊക്കെ വിദ്യാഭ്യാസം ഇച്ചിരി കുറവാണെന്നും പറയാം, ഔദ്യോഗിക പദവികളും കുറവാണെന്ന് പറയാം. പക്ഷേ നമ്മുടെ തൂക്കുഭാഷ എന്നറിയപ്പെട്ടിരുന്ന കെമാൽ പാഷ എന്ന് പറയുന്ന ഒരു ഹൈക്കോടതി ജഡ്ജി ഈ സംഭവത്തെ പറ്റി ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് 4ാമത്തെ മണ്ടൻ മുത്തവയെ നിങ്ങളെ മുമ്പ് അവതരിപ്പിക്കേണ്ടി വന്നത്. ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ജഡ്ജിയാണ് അദ്ദേഹം. റിട്ടയർഡ് ആയിട്ടുള്ള, എല്ലാ കാര്യങ്ങളിലും വളരെ പഠിച്ച് അഭിപ്രായം പറയുന്ന ഒരാളാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോ എന്നെ ഞെട്ടിച്ചത്, അദ്ദേഹം ഇതിൽ ഉൾപ്പെട്ട പെൺകുട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് വിശ്വവിഖ്യാതനായ ഡാവിഞ്ചിയുടെ ഒരു പെയിന്റിങ്ങിന്റെ പേരാണ് ഈ കുട്ടിയുടേത് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട്, അത് വേണമെങ്കിൽ അവിടെ വെച്ചിട്ട് നമ്മൾ ഡാവിഞ്ചി ഒരുപാട് പെയിന്റിങ് ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും ആവാം. അതിനുശേഷം ഈ കുട്ടിയുടെ പുഞ്ചിരിയെ പറ്റിയിട്ടും ആ പുഞ്ചിരിയെ ദ്യോതിപ്പിക്കുന്ന വീഡിയോയുടെ പെയിന്റിങ്ങിന്റെ പേര് പുള്ളിക്കാരൻ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നു. ഇത് പോക്സോ കേസിൽ ഉൾപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഐഡന്റിഫിക്കേഷന് ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ കുട്ടിയുടെ ശബ്ദം പോലും നമ്മൾ കൊടുക്കാൻ പാടില്ല. ശബ്ദം കൊടുത്തതിനെതിരായിട്ട് കേരളത്തിലെ ഒരു മുഖ്യധാര വീഡിയോ ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റിന് എതിരായിട്ട്, കേബിൾ ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റിനെതിരായിട്ട് പോലും ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതാണ്. എന്നിട്ട് ഒരു റിട്ടയർഡ് ജഡ്ജിയായ ഇദ്ദേഹം എന്തുകൊണ്ട് ഈ കുട്ടിയുടെ പേര് പറഞ്ഞ് ആ വീഡിയോ ചെയ്തു എന്നുള്ളതിന്റെ ആ ചില വിശദാംശങ്ങൾ കേൾക്കാം. കുട്ടിയുടെ പേരില്ലാത്ത ചില വിശദാംശങ്ങൾ ഞാൻ പറയാം. സഖാവ് MV ഗോവിന്ദൻ, പിന്നെ വളരെ പ്രശസ്തനായ നമ്മുടെ ഒരു രാജ്യസഭയിലെ ഒരു രാജ്യസഭാംഗമുണ്ട്, അത് റഹീം, റഹീം. ഇവർ ഇത്രയും പേരും ഒക്കെ കൂടെ അങ്ങോട്ട് ചേർന്ന് ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു കേരള സ്റ്റോറി അങ്ങ് നടത്തി. വിവാഹം, ഇവരുടെ കാർമ്മികത്വത്തിൽ അങ്ങ് വിവാഹം അങ്ങ് നടത്തുകയാണ്. കംപ്ലീറ്റ് ഈ 3 അകത്താവും ഇതിനോടൊപ്പം. കാരണം എന്താണെന്നറിയോ, ഇതിന് കൂട്ടു നിൽക്കുന്നവരെല്ലാം ഈ ഒഫൻസിൽ പെടും. അദ്ദേഹത്തിന് അറിയാം പോക്സോ കേസിൽ ഉൾപ്പെട്ട ഇരയുടെ അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട ആ വ്യക്തിയുടെ വിവരങ്ങൾ, ആ കുട്ടിയുടെ മാത്രമല്ല ബാലാവകാശ നിയമപ്രകാരം പോലും ആ കുട്ടിയുടെ പേര് പുറത്തു പറയാൻ പാടില്ല. പോക്സോ മാത്രമല്ല, ബാലാവകാശ നിയമവും അത് പറയുന്നുണ്ട്. അപ്പൊ ഈ കുട്ടിയുടെ പേര് ഒരു ജഡ്ജിമെന്റിൽ പോലും സീക്രട്ടായിട്ട് സൂക്ഷിക്കേണ്ടിയിരുന്ന ഒരു കാര്യം ഒരു യൂട്യൂബ് ചാനൽ ചർച്ചയിൽ ശ്രീ കെമാൽ പാഷ സാറ് എങ്ങനെയാണ് പറഞ്ഞത് എന്നുള്ള കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇദ്ദേഹം ഒരു മണ്ടൻ മുത്തപ്പയാണെന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. അദ്ദേഹം ഒരു ഹൈക്കോടതി ജഡ്ജിയായിരുന്നുകൊണ്ട് എന്തായാലും അദ്ദേഹത്തിനെതിരായിട്ട് ആരും പോലീസ് കേസൊന്നും രജിസ്റ്റർ ചെയ്തില്ല, FIR കൊടുത്തില്ല. കാര്യം അദ്ദേഹത്തിന് ചില സവിശേഷ പരിരക്ഷകൾ നിയമം കൊടുക്കുന്നുണ്ടായിരിക്കാം. കാര്യം ഈയിടയ്ക്ക് കൈക്കൂലിപ്പണമായിട്ട് പിടിച്ച ഹൈക്കോടതി ജഡ്ജിയെ ഇതുവരെ വിചാരണ ചെയ്തിട്ടില്ല, അയാളെ പുറത്താക്കിയിട്ടുമില്ല. അപ്പോൾ ഈ നിയമ പണ്ഡിതന്മാർക്കൊക്കെ ചില ഇളവുകൾ സർക്കാർ കൊടുത്തിട്ടുണ്ടാവാം. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് കാണുന്ന മറ്റ് യൂട്യൂബർമാരും പ്രേക്ഷകരും ശ്രദ്ധിക്കേണ്ടത്, ഈ കുട്ടിയുടെ പേര് ഇനി പറയത്തക്ക രീതിയിൽ
ഒരു വീഡിയോ ആരും ചെയ്യരുത്. നമ്മളെപ്പോലുള്ളവർ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ അകത്തായെന്ന് ചോദിച്ചാൽ മതി. എന്തായാലും മണ്ടൻ മുത്തവയ്ക്ക് നമോഭാഗം. എന്തായാലും അദ്ദേഹം ഇത്തരം തെറ്റുകൾ ഇനി ആവർത്തിക്കരുത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.